ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൻ്റെ വീഡിയോ ഇട്ട് തന്നെ കേട്ടോ. സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ പരീക്ഷിച്ചില്ല, പക്ഷേ പലയിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ട്രെൻഡിങ് അല്ല വൈറലാണ്. നമുക്ക് ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു കൊറിയൻ ഗ്ലാസ് ടൈപ്പ് സ്കിന്നൊക്കെ കിട്ടുമെന്ന് നമുക്ക് പല യൂട്യൂബേഴ്സും അങ്ങനെ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അപ്പം ഞാൻ ഇതുവരെ ഞാനത് പരീക്ഷിച്ചിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ ഇരിക്കുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ, വേറെ ഒന്നും എടുക്കണില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക്. അപ്പോൾ അത് ഞാൻ നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും പൊട്ടറ്റോൻ്റെ കൂടെ റൈസ് വാട്ടർ അങ്ങനെ പല ഐറ്റംസ് ആഡ് ചെയ്തിട്ടാണ് സ്കിൻ ടൈപ്പ് ചെയ്തത്. അപ്പം ഞാൻ ഇതുവരെ പൊട്ടറ്റോ വെച്ച് ഒരു ഫേസിൽ അപ്ലൈ ചെയ്ത അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാനങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തായാലും നമുക്കൊന്ന് റിസൾട്ട് നോക്കുമ്പോൾ ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തില്ല, പൊട്ടറ്റോ മാത്രം അരച്ച് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആദ്യം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ, അപ്പം നിങ്ങളെ ഞാനത് ലൈവായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ഫേസൊക്കെ ഒന്നും തന്നെ ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കണേ. അപ്പം നമുക്കിതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് എനിക്കിപ്പോൾ നല്ല ജ്യൂസായിട്ട് കിട്ടിയായിരുന്നു ഞാൻ അരച്ചത്, ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കണേയുള്ളൂ. അപ്പോൾ ഇത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്കിത് എല്ലായിടത്തും മിക്സ് ചെയ്ത് എല്ലായിടത്തും പെരട്ടിയിട്ട് നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ജ്യൂസിയാണ്, നമുക്ക് ഇരിക്കുന്നവർ നിറച്ച് പിന്നെ വെള്ളമാണ് കൂടുതലും വരുന്നത്. അപ്പം ഞാനൊരു വിധത്തിൽ അതൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല ഫൈനായിട്ട് ഉണങ്ങി കിട്ടട്ടെ. എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റെങ്കിലും നമുക്ക് ഇരിക്കട്ടെ. ഇത് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം. ഉണങ്ങിക്കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അതുവരെയും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും എൻ്റെ സ്കിന്നിൽ എന്തോരം മാറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് നോക്കാം, അപ്പോൾ റിസൾട്ട് എന്താണെന്നുള്ളത്. നല്ല രീതിയിൽ ഇത് പിടിപ്പിന് നല്ല ജ്യൂസിയാണ്, ക്രീം ടെക്സ്ചർ ആകില്ല. ഇത് മാത്രമാകുമ്പോഴത്തേക്ക് നല്ല ജ്യൂസിയാണ്. അപ്പോൾ ഞാനൊരു വിധത്തിൽ അത് പിടിപ്പിച്ച് ഉണക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഞാൻ നല്ല ഫേസൊക്കെ നന്നായിട്ട് കഴുകി നല്ല തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ റിസൾട്ട്. ഞാൻ ആദ്യം ഈ ഒരു പാക്ക് ഇടുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസ് നിങ്ങളെ കാണിച്ചതും പാക്ക് ഇട്ടതിന് ശേഷം ഫേസിലുണ്ടായ മാറ്റം നല്ലൊരു ക്ലീൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റിസൾട്ടായിട്ടോ നമുക്കിത് കിട്ടണത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തോളൂ. ഓക്കെയാണ്. ഞാനിത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പൊട്ടറ്റോ ഫേസിൽ അപ്ലൈ ചെയ്യണം. പക്ഷേ എനിക്ക് വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ട് തന്നെ എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് തന്നെ പറയാം. എല്ലായിടത്തും നല്ലൊരു ഗ്ലാസ് ടൈപ്പ് തന്നെ ഏകദേശം വന്നിട്ടുണ്ട്, ബ്രൈറ്റനിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.